എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 22/2022, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, CA ഗ്രേഡ് 2 എക്സെട്ര, +2 ലെവൽ മെയിൻ എക്സാം. ഡേറ്റ് 26/3/2022 ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത എക്സാമുകൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളൊരു ബുക്കും പെന്നും എടുത്തിട്ട് ആൻസർ ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ സമയം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. അതിനുശേഷം നെഗറ്റീവ് അടക്കം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫോം ഓഫ് അദ്വൈത പ്രീച്ച്ഡ് ബൈ വാഗ്ഭടാനന്ദ ഈസ് നോൺ ആസ്. ദ ഫോം ഓഫ് അദ്വൈത പ്രീച്ച്ഡ് ബൈ വാഗ്ഭടാനന്ദ ഈസ് നോൺ ആസ്. ആൻസർ ഓപ്ഷൻ ഡി, ആത്മവിദ്യ. അൽ ഇസ്ലാം, ദ ജേണൽ പബ്ലിഷ്ഡ് ബൈ വക്കം അബ്ദുൽ ഖാദർ മൗലവി വാസിൻ. അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു ജേണലാണ് അൽ ഇസ്ലാം. ഇത് ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അറബി മലയാളം. ദ ഫൗണ്ടർ സെക്രട്ടറി ഓഫ് തിരുവിതാംകൂർ ചേരമർ മഹാസഭ വാസ്. ദ ഫൗണ്ടർ സെക്രട്ടറി ഓഫ് തിരുവിതാംകൂർ ചേരമർ മഹാസഭ വാസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പാമ്പാടി ജോൺ ജോസഫ്. The poem Jadikumi was written by. The poem Jadikumi was written by. Answer option D ആണ്, പണ്ഡിറ്റ് കെ പി കറുപ്പൻ. The leader of Brahma Samaj in Calicut was. The leader of Brahma Samaj in Calicut was. Answer option A, Ayyathan Gopalan. The social reformer who made a drastic call to burn temples as the easiest way to wipe out superstitions. അതായത് അമ്പലങ്ങൾ കത്തിച്ച അത്രയും അന്ധവിശ്വാസങ്ങൾ നശിക്കും എന്ന് പറഞ്ഞ സോഷ്യൽ റിഫോമർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, VT ഭട്ടതിരിപ്പാട്. കല്ലുമാല അജിറ്റേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ആൻസർ ഓപ്ഷൻ എ, അയ്യങ്കാളി. Who described Kerala as paradise of fools, where everyone was happy in his ignorance, in his superstition and his age-long social bondage. Who described Kerala as a paradise of fools, where everyone was happy in his ignorance, in his superstition and his age-long social bondage? Answer option D ആണ്, വിവേകാനന്ദ. അടുത്ത ക്വസ്റ്റ്യൻ. The Brennan School at Tellicherry started in 1862 under the auspices of. The Brennan School at Tellicherry started in 1862 under the auspices of. Answer option C, Basel Mission. The revival of the art of Kathakali in Kerala recent times was mainly due to the efforts of. The revival of the art of Kathakali in Kerala in recent times was mainly due to the efforts of. Answer option B ആണ്, വള്ളത്തോൾ നാരായണ മേനോൻ. Consider the following statements. Which of the statement given above are correct? ഇതിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3 മാത്രമാണ് ശരി. അതായത് ഇഫ് യു ഇൻക്രീസ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് റാം, ദ പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് ദ കമ്പ്യൂട്ടർ വിൽ ഇൻക്രീസ്. റാം ഇസ് എ പ്രൈമറി മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് ഇസ് എ ബൈറ്റ്. ബൈറ്റ് ഈസ് 8 bits. 1 ടെറാബൈറ്റ് ഈസ്. 1 ടെറാബൈറ്റ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1000 GB ആണ്. ഇവിടെ 1000 ആണ് കൊടുത്തതെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ആൻസർ നമുക്ക് ഡിലീഷൻ കൊടുക്കാൻ പറ്റില്ല. 1024 ആണ് കറക്റ്റായിട്ട് വരുന്നത്. 1024 GB ആണ്. Which among the following equipment give regular and accurate quantity of power supply to components like motherboard, processor, hard disk, DVD drive, etc.? Which among the following equipment give regular and accurate quantity of power supply to components like motherboard, processor, hard disk, DVD drive, etc.? Answer option A, SMPS ആണ്, SMPS. Which among the following is a free operating system? Which among the following is a free operating system? Answer option B ആണ്,
GNU Linux. Consider the following pairs. Which of the pairs given above are correctly matched? കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന പെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രം. മദർ ബോർഡ്, എക്സ്പാൻഷൻ സ്ലോട്ട്സ്, CPU അക്യുമുലേറ്റർ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബോവ് ആർ കറക്റ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക, എന്നിട്ട് അത് ആൻസർ മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഓപ്ഷൻസ് കാണിക്കാം, ഇല്ലെങ്കിൽ വളരെ ചെറുതായി പോകും. ഓക്കെ, പോസ് ചെയ്തിട്ട് ഇതൊന്ന് വായിക്കാം. ഞാൻ ഓപ്ഷൻസ് കാണിക്കുകയാണ്, ഇതിലേതാണ് കറക്റ്റായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം മാത്രമാണ്. അതായത് ഏതാ, ഇമെയിൽസ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് വെബ്സൈറ്റ്സ് ലൈക്ക് gmail.com, hotmail.com, etc. that provide web applications such as facility is referred to as web mails. പിന്നെ 4-മത്തത്, ഇമെയിൽസ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് in our computers. Consider the following pairs. വിച്ച് ഓഫ് ദ പെയർസ് ഗിവൺ എബോവ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന പെയർസ് ഏതാണ്? ആൻസർ ഞാൻ പറയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം മാത്രം. മൈക്രോബ്ലോഗ്സ് twitter.com, കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് youtube.com. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മോസില്ല ഫയർഫോക്സ്. While doing antivirus scanning of files in a computer, there is a special area for storing files probably infected with viruses. Name the area. While doing antivirus scanning of files in a computer, there is a special area for storing files probably infected with viruses. Name the area. Answer option A ആണ്, quarantine. For representation of characters in a digital computer, Unicode is developed. Unicode can represent up to how many characters? Unicode can represent up to how many characters? Answer option B ആണ്, 65536. Which among the following is an output device? Output device ഏതാണ്? Answer option D, plotter ആണ്, plotter. Operating system is a component of. Operating system is a component of. Answer option B, system software. Consider the following two statements. Which of the statement given above are correct or wrong? Answer option A ആണ്, statement 1 is correct and the second is wrong ആണ്. Consider the following pairs in MS Word software. For doing this, do this. ഓക്കെ, അതാണ് തന്നത്. വിച്ച് ഓഫ് ദ പെയർസ് ഗിവൺ എബോവ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന പെയർ ഏതാണ്? ആൻസർ പറയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 3 and 4 ഓൺലി. 1, 3 and 4 ഓൺലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു എക്സിക്യൂട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ഇൻ എ ഡോക്യുമെൻറ്റ് ഓഫ് MS Word, the shortcut keys are. കട്ട് ആൻഡ് പേസ്റ്റിന് വേണ്ടിയിട്ട് ഷോർട്ട് കീ. ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് Ctrl+X and Ctrl+V. How to switch between insert mode and overwrite mode in MS Word. How to switch between insert mode and overwrite mode in MS Word. Answer option A ആണ്, double click OVR status indicator on the status bar. Which among the following tool that enables you to copy formatting options from selected text to another range of text? Which among the following tool that enables you to copy formatting options from selected text to another range of text? Answer option C, format painter ആണ്. Select the command in the file menu of the MS Word to close a file. Select the command in the file menu of MS Word to close a file. Answer option C ആണ്, close. MS Word can automatically hyphenate your text as you type. You can manually hyphenate your entire document. Among the following hyphens, select the one that does not support by MS Word. MS Word support ചെയ്യാത്തത് ഏതാണ്?
ആൻസർ പറയാണ്. ആൻസർ ഓപ്ഷൻ സി, ബ്രേക്കിംഗ് ഹൈഫൺസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Following are the steps for resizing a picture in MS Word, but the steps are not in proper order. കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ, അതായത് ഒരു പിക്ചറിനെ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓർഡർ 3, 4, 1, 2 ഈസ് കറക്റ്റ്. ഹൗ MS Word document will respond if you type the same word repeatedly in a sentence. അതായത് ഒരു സെൻറ്റൻസിലെ ഒരു വേർഡ് റിപ്പീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കാണിക്കുക. ആൻസർ ഓപ്ഷൻ ഡി, എ റെഡ് wavy line under the repeated word. Which among the following is the shortcut key to redo the last action in MS Word document? Which among the following is the shortcut key to redo the last action in MS Word document? Answer option A ആണ് Ctrl+Y. Which among the following is not a section break in MS Word document? Answer option A ആണ് last page. Which among the following is correct? A page break is a location in a document where. Page break എന്താണ്? Answer option D, one page ends and another begins. What is the default file extension for all Word documents? Word documents in a file extension എന്താണ്? Answer option C ആണ് docx, where you can find out what page you are on or the number of pages in a document. Where can you find out what page you are on or the number of pages in a document? Answer option A, status bar ആണ്. Which of the method cannot be used to enter data in a cell in Excel sheet? Which of the method cannot be used to enter data in a cell in Excel sheet? Answer option C ആണ് pressing shift key. Name the cell reference that is locked so that rows and columns won't change when copied. Name the cell reference that is locked so that rows and columns won't change when copied. Answer option B ആണ് absolute cell reference. Name the function that count up the number of cells containing data, either numbers or labels in a selected range. Name the function that count up the number of cells containing data, either numbers or labels in a selected range. Answer option C ആണ് count A. Which of the following option is not present in page setup dialog box? Page setup dialog boxil ഇല്ലാത്തൊരു ഓപ്ഷൻ ഏതാണ്? Answer option D, page break preview. If you want to quickly jump to cell A1 from anywhere of the worksheet in a Excel without using mouse or arrow key, then what is the step to do? If you want to quickly jump to cell A1 from anywhere of the worksheet in a cell without using mouse or arrow key, then what is the step to do? Answer option B ആണ് press Ctrl+Home. To highlight an entire sheet quickly in a cell in a sheet, you can. To highlight an entire sheet quickly in Excel sheet, you can. Answer option B ആണ് click the gray button on the left of column A heading. To move a column over to fit just what is needed? Auto fitന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? To move a column over to fit just what is needed? Auto fit എന്താ? Answer option D ആണ് double click on the line between the column letters. Which of the following is not a tab on the chart options dialog box? Chart options dialog boxil ഒരു ടാബ് അല്ലാത്തത് ഏതാണ്? Answer option D, patterns ആണ്. Which one of the following is not a mode of viewing a presentation in PowerPoint? അതായത് PowerPoint ഒരു വ്യൂ അല്ലാത്തത് ഏതാണ്? Answer option A, simple view ആണ്. In a slideshow presentation using PowerPoint presentation software, which key is used to end the slideshow presentation? Slideshow presentation end ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ ഏതാണ്? Answer option C ആണ് escape key ആണ്. In MS PowerPoint, objects on the slide that hold text are called. അതായത് MS PowerPointൽ
ടെക്സ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സ്ലൈഡിന് എന്താണ് പറയുന്നത്? ആ ഒരു സ്ലൈഡിൽ ടെക്സ്റ്റ് ഹോൾഡ് ചെയ്യുന്ന അതിന് എന്താ പറയുക? ആൻസർ ഓപ്ഷൻ എ ആണ് പ്ലേസ് ഹോൾഡേഴ്സ്. The effect that looks like the new slide is pushing out the old one off the screen is an example of which among the following? The effect that looks like the new slide is pushing the old one off the screen is an example of which among the following? ആൻസർ ഓപ്ഷൻ എ ആണ് സ്ലൈഡ് ട്രാൻസിഷൻ. സൗണ്ട് ചെറുതായിട്ട് പോകുന്നുണ്ട്, പനിയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. You want to change the order of slides in a presentation. To do this quickly and easily, you can use one among the following view. ചില സമയത്ത് സൗണ്ട് തീരെ ഇല്ലാതാവുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. You want to change the order of slides in a presentation. To do this quickly and easily, you can use one among the following view. ആൻസർ ഓപ്ഷൻ ബി ആണ് സ്ലൈഡ് സോർട്ടർ ആണ്. PowerPoint presentation can automatically reduce the size of your text when there are too many characters to fit into the placeholder. Which among the following is the feature? PowerPoint presentation can automatically reduce the size of your text when there are too many characters to fit into the placeholder. Which among the following is feature? Answer option D ആണ് auto fit. Part of the typewriter which presses cards and envelopes close to the cylinder. Part of the typewriter which presses cards and envelopes close to the cylinder. Answer option C ആണ് card holder. Dog block is also known as. Answer option B rocker ആണ്. A spring is placed before the segment in Halda typewriter which is called. A spring is placed before the segment in Halda typewriter which is called. ആൻസർ ഓപ്ഷൻ ഡി ബഫർ സ്പ്രിംഗ് ആണ്. ഹൗ മെനി ഡെഡ് കീസ് ആർ പ്രൊവൈഡഡ് ഇൻ മലയാളം ടൈപ്പ്റൈറ്റർ? മലയാളം ടൈപ്പ്റൈറ്ററിൽ എത്ര ഡെഡ് കീസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1. ഓൾ ടൈപ്പ് ബാർസ് റെസ്റ്റ് ഇൻ ദ. എവിടെയാണ് എല്ലാ ടൈപ്പ് ബാറും റെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ടൈപ്പ് ബാസ്ക്കറ്റ് ആണ്. ഹോം കീസ് ആർ പ്രൊവൈഡഡ് ഇൻ ഡാഷ് റോ. ആൻസർ ഓപ്ഷൻ ബി സെക്കൻഡ് ആണ്. ലെറ്റർ വിത്ത് ഈക്വൽ സ്പേസിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് ആർ കോൾഡ്. Answer option B alignment. The carriage is related to the mainspring by means of. Answer option C draw code. In an official letter, stet denotes. denote ചെയ്യുന്നത് എന്തിനാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇഗ്നോർ കറക്ഷൻ. Carriage travels on the. Carriage ഏതിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി പീനിയൻ വീൽ ആണ്. Read the following passage and answer the questions given below. Okay. I was feeling drowsy myself and was wondering if I should go to pond for swim when I was saw a huge black cobra gliding out of a clump of cactus. At the same time, a mongoose emerged from the bushes and went straight to cobra. Why did the speaker think of going to pond? ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസും ഡിലീറ്റഡ് ആണ്. അതിന് പകരം വേറെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ സ്പീക്കർ എന്തിനാണ് പോണ്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫെൽറ്റ് ഡ്രൗസി. ഓക്കെ, അത് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തത് ഇത് തന്നെയാണ്. പിക്ക് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് മൂവ് ഔട്ട് ആൻഡ് കം വിസിബിൾ. അതായത് മൂവ് ഔട്ട് ആൻഡ് കം വിസിബിൾ, ഈ പാസേജിൽ നിന്ന് ഏതാണ് വാക്ക് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി എമേർജ് ആണ്. ഓക്കെ. ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിനോണിം ഫോർ ക്ലംപ്. ഓക്കെ, ഞാൻ പ്രിപ്പയർ ചെയ്തപ്പം ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ആയിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോറി. ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിനോണിം ഫോർ ക്ലംപ്. ആൻസർ ഓപ്ഷൻ എ തിക്കറ്റ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ കോബ്ര കം ഫ്രം? Answer option D from clump of cactus. Choose the idiom that completes the sentence meaningfully. Only a few contestants dash for competition. Answer option C turned up. The film crew
dash requesting the people to clear the field. With the film crew dash requesting the people to clear the field. Answer option C, went on. Choose the correctly spelled word. Answer option C ആണ് opportunity. OPPORTUNITY. Fill in the blanks with a suitable article. This is a school for dash blind. This is a school for dash blind. Answer option D, the blind. The train was going at 80 kilometers dash hour. The train was going at 80 kilometers dash hour. Answer option B, an ആണ്. Complete the sentence using appropriate preposition. The rule is applicable dash everyone. The rule is applicable dash everyone. Answer option B, 2 ആണ്. There is some misunderstanding dash Mr. Lal and Mr. Roy. There is some misunderstanding dash Mr. Lal and Mr. Roy. Answer option B, between ആണ്. Complete the sentence using correct tense form. He dashed the bell for 5 times but no one opened the door. He dashed the bell for 5 times but no one opened the door. Answer option C ആണ്, had been ringing. When we reached the bus station, the bus dash. When we reached the bus station, the bus dash. Answer option D ആണ്, had already left. Sri Lanka dash to the south of India. Sri Lanka dash to the south of India. Answer option C, lies ആണ്. Unscramble the following sentence to make meaningful. അതായത് കറക്റ്റ് ഓർഡറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഓർഡറായിട്ട് 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, ഓപ്ഷൻ 2 മാത്രമാണ്. അതായത് രണ്ടാമത്തത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് റിലേറ്റീവ് ക്ലോസ്. എ ഫയർ ഫൈറ്റർ ഇസ് എ പേഴ്സൺ ഡാഷ്. എ ഫയർ ഫൈറ്റർ ഇസ് എ പേഴ്സൺ ഡാഷ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൂ പുട്ട്സ് ഔട്ട് ഫയർ. Convert the sentence to passive voice. Our girls can win the match. Our girls can win the match. Answer option B ആണ്, the match can be won by our girls. Change the sentence to reported speech. He said, I don't like this film. റിപ്പോർട്ടർ സ്പീച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് ഓപ്ഷൻ 2. ഓക്കെ. He said, I can't do it myself. അതിൻ്റെ റിപ്പോർട്ടർ സ്പീച്ചാണ് ചോദിച്ചിരിക്കുന്നത്. I can do it myself. ആൻസർ ഓപ്ഷൻ ഡി, രണ്ടാമത്തത് മാത്രമാണ് ശരി. പങ്ക്ച്വേറ്റ് ദ സെൻറ്റൻസ് ആൻഡ് എഡിറ്റ് സ്യൂട്ടബിളി. വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. ഇതിനെ കറക്റ്റായിട്ട് പങ്ക്ച്വേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. ഓക്കെ, നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. കോവിഡിന് ശേഷമുള്ള കാലഘട്ടം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദം കണ്ടെത്തുക. കോവിഡിന് ശേഷം ഉള്ള കാലഘട്ടം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോവിഡനന്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പത്രങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. അടിവരയിട്ട പദത്തിന് സമാന പദം കണ്ടെത്തുക. ദിശാബോധം, ഇതിന് സമാന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലക്ഷ്യബോധം. ഓപ്ഷൻ സി ആണ്, ലക്ഷ്യബോധം. അടുത്തത്, ONV കുറുപ്പിനെ പോലെ തന്നെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇരുവരെയും ഡാഷ് എന്ന് വിളിക്കുന്നു. ONV കുറുപ്പിനെയും അതുപോലെ തന്നെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും എന്താണ് പറയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പുരസ്കൃതർ എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിവരയിട്ട പദങ്ങളിൽ ശരിയായത് ഏത്? ശരിയായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഒരു വിദേശ രാഷ്ട്രത്തലവനെ അതിഥിയായി ക്ഷണിക്കാറുണ്ട്. അതിഥി എന്ന് കറക്റ്റായിട്ടുള്ള എഴുതിയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ത്യാജ്യം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ത്യാജ്യം, ആൻസർ ഓപ്ഷൻ ബി, ഗ്രാഹ്യമാണ്. പുത്രമിത്രാദി സംഗമ മെത്രയുമൽപ കാലസ്ഥിതമോർക്കനി. ധനം എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അർത്ഥം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ,
ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിൻ്റെ വ്യവസ്ഥ കൂടി ലോകത്തുണ്ടെന്ന് ഴാങ് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ഈ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ബഹുവചന പ്രത്യയം ചേർത്ത പദം ഏതാണ്? ബഹുവചന പ്രത്യയം ചേർത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തെറ്റുകുറ്റങ്ങൾ. ഓക്കെ, അടുത്തത്, കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ. ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ. അടിവരയിട്ട പദത്തിൻ്റെ എതിർലിംഗ പദം എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്, കവയിത്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റിയോയിലും ടോക്കിയോയിലും വഴുതി മാറിയ സ്വർണത്തെ പാരീസ് ഒളിമ്പിക്സിലൂടെ വരുതിയിലാക്കുമെന്ന് PV സിന്ധു. അടിവരയിട്ട ഭാഗത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, വരുതിയിലാക്കുമെന്ന്, ഇതിൻ്റെ സമാനമായിട്ടുള്ള പദം. ആൻസർ ഓപ്ഷൻ സി ആണ്, നേടിയെടുക്കുമെന്ന് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1947 ആഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രരാകാൻ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങളാണ്. ഓക്കെ, അടുത്തത്, വില്യം വേർഡ്സ്വർത്ത് 1770 1850 വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. റൊമാൻറ്റിക് പോയറ്റ് എന്നുള്ളതിന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, കാൽപ്പനിക കവി. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനം ഇന്നലെ നടന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, വിണ്ടലം. ഭാരതം സന്ദർശിച്ച മഹാന്മാരായ മനുഷ്യരിൽ ഒരാളാണ് വിവേകാനന്ദ സ്വാമികൾ. ഈ വാക്യത്തിൽ പൂജക ബഹുവചനം ചേർന്ന് വരുന്ന പദം ഏതാണ്? പൂജക ബഹുവചനം ചേർന്ന് വരുന്ന പദം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിവേകാനന്ദ സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, പരസ്പരം ചെണ്ട കൊട്ടിക്കുകയല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ചെയ്യേണ്ടത്. അടിവരയിട്ട പദത്തിന് യോജിച്ചത് തിരഞ്ഞെടുക്കുക. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്, കളിയാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ സന്ധി വരുന്ന പദങ്ങൾ മാത്രം ഉൾപ്പെട്ട പട്ടിക ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തലക്കെട്ട്, താമരക്കുളം, പണിപ്പുര, തീക്കനൽ. അടുത്തത്, ദേശീയ പതാക വികസനം, പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. ഇവിടെ പ്രധാനമന്ത്രി സ്വീകർത്താവാണ് എങ്കിൽ മുഖ്യമന്ത്രി സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രേക്ഷകൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ഹോമിയോപാത്ത്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി were discussing snakes. We listened attentively as the doctor continued with the tale. ഡോക്ടർ എന്ത് ചെയ്യുകയായിരുന്നു? The question came from homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. ഡോക്ടർ എന്ത് ചെയ്യുകയായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ഒരു കഥ വിവരിക്കുകയായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒറ്റ വാക്യമാക്കി മാറ്റി എഴുതുക. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്ന് കോരൻ ചിന്തിച്ചു. രാത്രി നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത് കോരൻ ചിന്തിച്ചു. ആൻസർ ഓപ്ഷൻ ബി ആണ്, രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്തെന്നും നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്നും കോരൻ ചിന്തിച്ചു. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, കൊടുങ്കാറ്റും പേമാരിയും ഭൂകമ്പവും കടൽക്ഷോഭവും നാശം വിതച്ച കാലഘട്ടമാണ് കഴിഞ്ഞുപോയത്. ഓക്കെ, അപ്പോൾ ഇന്ന് 100 ക്വസ്റ്റ്യൻസിൽ അറ്റൻഡ് ചെയ്തതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇനിയും വീഡിയോസ് വരുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.